എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വർഷത്തെ കണ്ണൂർ യൂണിവേഴ്സിറ്റി ഡിഗ്രി കോഴ്സുകളിലേക്കുള്ള പ്രവേശനത്തിൻ്റെ ഭാഗമായിട്ടുള്ള ട്രയൽ അലോട്ട്മെൻറ്റ് റിസൾട്ട് പ്രസിദ്ധീകരിച്ചു. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് നിലവിൽ നിങ്ങളുടെ ഈ ഒരു അലോട്ട്മെൻറ്റ് റിസൾട്ട് പരിശോധിക്കുന്നതിനായിട്ട് ബുദ്ധിമുട്ടുണ്ടായിരിക്കും. അതായത് നിലവിൽ തന്നെ നിങ്ങൾക്ക് കാണാം admissions.kannur.university.ac. എന്നുള്ള വെബ് പേജിലേക്ക് പ്രവേശിക്കുന്ന സമയത്തിന് ആ ഒരു പേജ് തന്നെ ലോഡ് ആവാതെ ഒരു അവസ്ഥ നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കുന്നതാണ്. അപ്പോൾ പല വിദ്യാർത്ഥികൾക്കും നിലവിൽ ഇപ്പോൾ നിങ്ങളുടെ ഈ ഒരു കണ്ണൂർ യൂണിവേഴ്സിറ്റിയുടെ റിസൾട്ട് പരിശോധിക്കാൻ സാധിക്കാതെ വന്നിട്ടുണ്ടാകും. അപ്പോൾ വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം, ഈ ഒരു കാര്യം എല്ലാ വർഷവും ഉണ്ടാവാറുള്ളതാണ്. അപ്പോൾ അത് നിങ്ങൾക്ക് നാളെയോടെ, അതായത് നാളെ എന്ന് പറയുമ്പോൾ ഈ ഒരു ജൂൺ 14-ാം തീയതിയോടെ നിങ്ങൾക്ക് നിങ്ങളുടെ ട്രയൽ അലോട്ട്മെൻറ്റ് പരിശോധിക്കാൻ സാധിക്കുന്നതാണ്. അപ്പോൾ നിലവിൽ ഈ ഒരു വെബ് പേജ് നിങ്ങൾക്ക് തന്നെ കാണാൻ സാധിക്കും. ഇവിടെ ആ ഒരു പേജ് ലോഡായിട്ട് കിട്ടുന്നില്ല. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ട പ്രധാനപ്പെട്ട കാര്യം നാളെ ഈ ഒരു റിസൾട്ട് പരിശോധിച്ചാൽ മതി. കാരണം നിലവിൽ ഈ ഒരു പേജ്, അതായത് നിങ്ങൾക്ക് ഇപ്പോൾ ഈ ഒരു വെബ്സൈറ്റിൽ ട്രാഫിക് കൂടുന്നത് കൊണ്ടാണ് ഇങ്ങനെ കാണിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് നാളെയോടെ നിങ്ങളുടെ ട്രയൽ അലോട്ട്മെൻറ്റ് പരിശോധിക്കാൻ സാധിക്കുന്നതാണ്. അപ്പോൾ വിദ്യാർത്ഥികൾ ഈ ഒരു ട്രയൽ അലോട്ട്മെൻറ്റ് പരിശോധിച്ച ശേഷം നിങ്ങൾക്ക് നിങ്ങളുടെ ആപ്ലിക്കേഷനിൽ എന്തെങ്കിലും തരത്തിലുള്ള എഡിറ്റും കാര്യങ്ങളൊക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ വിദ്യാർത്ഥികൾക്ക് ജൂൺ 17-ാം തീയതി വരെ, അതായത് ജൂൺ 17 ജൂൺ 18-ാം തീയതി വരെ നിങ്ങൾക്ക് എഡിറ്റ് ചെയ്യാനുള്ള സൗകര്യം ലഭ്യമാക്കിയിട്ടുണ്ട്. അതുപോലെ തന്നെ നിങ്ങൾക്ക് ജൂൺ 17-ാം തീയതി വരെയാണ് പുതുതായിട്ട് ന്യൂ രജിസ്ട്രേഷൻ ചെയ്യാനായിട്ട് സാധിക്കുക. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് 17-ാം തീയതി വരെയാണ് ന്യൂ രജിസ്ട്രേഷൻ ചെയ്യാനായിട്ട് സാധിക്കുക. ന്യൂ രജിസ്ട്രേഷൻ എന്ന് പറയുമ്പോൾ ഇതുവരെ രജിസ്ട്രേഷൻ ചെയ്യാത്ത വിദ്യാർത്ഥികൾക്ക് പുതുതായിട്ട് അപേക്ഷ സമർപ്പിക്കാൻ സാധിക്കുന്നതാണ്. അതുപോലെ തന്നെ വിദ്യാർത്ഥികൾ ചോദിക്കുന്ന പ്രധാനപ്പെട്ട കാര്യമാണ്, വിദ്യാർത്ഥികൾക്ക് ഈ ഒരു ട്രയൽ അലോട്ട്മെൻറ്റ് കിട്ടിയെന്നുള്ളതുകൊണ്ട് നിങ്ങൾ ടെമ്പററി അഡ്മിഷൻ എടുക്കണോ അല്ലെങ്കിൽ പെർമനൻറ്റ് അഡ്മിഷൻ എടുക്കണോ എന്നുള്ളത്. അപ്പോൾ വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം, ട്രയൽ അലോട്ട്മെൻറ്റിൽ നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് കിട്ടിയെന്നുള്ളതുകൊണ്ട് അഡ്മിഷനൊന്നും കിട്ടത്തില്ല. അതുകൊണ്ട് തന്നെ പ്രത്യേകിച്ച് നിങ്ങൾ ഒന്നും ചെയ്യേണ്ടതില്ല. നിങ്ങൾക്ക് ചെയ്യാനായിട്ടുള്ളത്, നിങ്ങൾക്ക് ട്രയൽ അലോട്ട്മെൻറ്റ് വന്ന ശേഷം നിങ്ങളുടെ അപേക്ഷയിൽ എന്തെങ്കിലും തെറ്റുകളോ മറ്റോ ഉണ്ടെങ്കിൽ അത് തിരുത്തുക എന്നുള്ളതും, അതുകൂടാതെ തന്നെ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു ട്രയൽ അലോട്ട്മെൻറ്റ് നിങ്ങളുടെ അപേക്ഷയിൽ നിങ്ങൾക്ക് ഓപ്ഷൻസ് ചേഞ്ച് ചെയ്ത് കൊടുക്കണമെങ്കിൽ അങ്ങനെ ചെയ്യാം എന്നുള്ളത് മാത്രമാണ്. ട്രയൽ അലോട്ട്മെൻറ്റിൽ നിങ്ങൾക്ക് യാതൊരു വിധത്തിലുള്ള അഡ്മിഷനും കിട്ടുന്നതല്ല. അതുപോലെ തന്നെ വിദ്യാർത്ഥികൾ ചോദിക്കുന്ന പ്രധാനപ്പെട്ട കാര്യമാണ്, നിങ്ങൾക്ക് പുതുതായിട്ട് അപേക്ഷ കൊടുക്കാൻ പറ്റുമോ, അതായത് ന്യൂ രജിസ്ട്രേഷൻ ചെയ്യാൻ പറ്റുമോ എന്നുള്ളത്. അപ്പോൾ ന്യൂ രജിസ്ട്രേഷൻ ചെയ്യുന്നതിനായിട്ട് നിങ്ങൾക്ക് നിലവിൽ അവസരമുണ്ട്. അതായത് ജൂൺ 17-ാം തീയതി വരെയാണ് ഇതിനുള്ള അവസരമുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ ജൂൺ 17-ാം തീയതിക്കുള്ളിൽ നിങ്ങളുടെ ഈ ഒരു കണ്ണൂർ യൂണിവേഴ്സിറ്റിയിലേക്കുള്ള അപേക്ഷ സമർപ്പിക്കുക. നിലവിൽ വെബ്സൈറ്റിൽ ആ ഒരു ലിങ്കും കാര്യങ്ങളൊക്കെ ലഭ്യമാണ്. എന്നാൽ ആ ഒരു രജിസ്ട്രേഷൻ പേജ് നിലവിൽ ലോഡ് ചെയ്യാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്കൊരു ജൂൺ 17-ാം തീയതിക്കുള്ളിൽ നിങ്ങളുടെ കണ്ണൂർ യൂണിവേഴ്സിറ്റിയുടെ ഡിഗ്രി കോഴ്സുകളായിട്ടുള്ള FI UGP, അതുപോലെ FI IMB എന്നിങ്ങനെയുള്ള കോഴ്സുകളിലേക്കുള്ള പ്രവേശനത്തിനായിട്ടുള്ള അപേക്ഷകൾ നിങ്ങൾക്ക് നൽകാവുന്നതാണ്. അത് ന്യൂ രജിസ്ട്രേഷൻ ചെയ്യാൻ സാധിക്കുന്നതായിരിക്കും. അതുകൊണ്ട് തന്നെ ട്രയൽ അലോട്ട്മെൻറ്റ് കിട്ടിയെന്നുള്ളതുകൊണ്ട് പ്രത്യേകിച്ച് നിങ്ങൾക്ക് അഡ്മിഷനൊന്നും കിട്ടത്തില്ല. ഫസ്റ്റ് അലോട്ട്മെൻറ്റ് മുതലാണ്, അത് സെക്കൻഡ് അലോട്ട്മെൻറ്റിന് ശേഷമാണ് അഡ്മിഷൻ ആരംഭിക്കുന്നത്. ഇനി എങ്ങനെയാണ് ഈ ഒരു അഡ്മിഷൻ നടക്കുന്നത് എന്നുള്ള കാര്യം നമുക്ക് നോക്കാം. അപ്പോൾ കണ്ണൂർ യൂണിവേഴ്സിറ്റിയുടെ അഡ്മിഷൻ ഷെഡ്യൂൾ പ്രകാരം വിദ്യാർത്ഥികൾക്ക് നിങ്ങളുടെ ഈ ഒരു ട്രയൽ അലോട്ട്മെൻറ്റ് വരുന്നത്, അതായത് ഈ ഒരു 13-ാം തീയതി വരെയാണ്. അത് 13-ാം തീയതിയാണ്, അതായത് ഇന്നാണ്. അപ്പോൾ ഇന്ന് ഈ ഒരു റിസൾട്ട് വന്നിട്ടുണ്ട്. എന്നാൽ വെബ്സൈറ്റിൽ നിലവിൽ നിങ്ങൾക്ക് റിസൾട്ട് ചെയ്യാൻ സാധിച്ചിട്ടുണ്ടാവില്ല. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇതുവരെ അപേക്ഷ സമർപ്പിക്കാത്ത വിദ്യാർത്ഥികൾക്ക് ഈ ഒരു ജൂൺ 17-ാം തീയതി വരെയാണ് ന്യൂ രജിസ്ട്രേഷൻ ചെയ്യാൻ സാധിക്കുക. അതുപോലെ അപേക്ഷയിൽ നിങ്ങൾ ട്രയൽ അലോട്ട്മെൻറ്റ് പരിശോധിച്ച ശേഷം നിങ്ങൾക്ക് അപേക്ഷയിൽ ഓപ്ഷൻ ചേഞ്ച് ഉൾപ്പെടെ ഏതൊരു വിധത്തിലുള്ള കാര്യങ്ങളും എഡിറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ ഒരു ജൂൺ 18-ാം തീയതി വരെയാണ് അതിനുള്ള അവസരം. അതുപോലെ തന്നെ ഫസ്റ്റ് അലോട്ട്മെൻറ്റ് പ്രസിദ്ധീകരിക്കുന്നത് ജൂൺ 19-ാം തീയതിയാണ്. അപ്പോൾ ജൂൺ 19-ാം തീയതി ഫസ്റ്റ് അലോട്ട്മെൻറ്റ് പ്രസിദ്ധീകരിച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ചെയ്യേണ്ടത് കണ്ണൂർ യൂണിവേഴ്സിറ്റി വെബ്സൈറ്റ് വഴി നിങ്ങൾ ലോഗിൻ ചെയ്യുക. ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതായത് ആപ്ലിക്കേഷൻ നമ്പറും പാസ്വേഡും നൽകിക്കൊണ്ട് ലോഗിൻ ചെയ്യുക. ലോഗിൻ ചെയ്ത ശേഷം അതുപോലെ തന്നെ അവിടെ ആക്സസ് കോഡ് എന്ന് പറഞ്ഞിട്ട് കുറച്ച് നമ്പറും കാണാൻ പറ്റും. അതുകൂടി ടൈപ്പ് ചെയ്ത് കൊടുത്ത ശേഷം നിങ്ങൾ ലോഗിൻ ചെയ്യുക. അതിനുശേഷം നിങ്ങൾക്ക് പിന്നീട് ലോഗിൻ അല്ല സൈൻ ഇൻ എന്നാണ് ഓപ്ഷൻ ഉണ്ടാവുക. അപ്പോൾ സൈൻ ഇൻ ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് അതിനുശേഷം നിങ്ങളുടെ പ്രൊഫൈൽ പേജിലേക്ക് പോകുന്നതാണ്. അവിടെ നിങ്ങൾക്ക് ഫസ്റ്റ് അലോട്ട്മെൻറ്റ് കിട്ടിക്കഴിഞ്ഞാൽ കൺഗ്രാജുലേഷൻ, യു ഹാവ് ഗോട്ട് അലോട്ട്മെൻറ്റ് എന്ന് പറഞ്ഞിട്ട് ഫസ്റ്റ് അലോട്ട്മെൻറ്റിൻ്റെ ഏത് കോളേജിൽ ഏത് കോഴ്സിലാണ് അലോട്ട്മെൻറ്റ് കിട്ടിയതെന്ന് കാണാൻ പറ്റും. അപ്പോൾ നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ യൂണിവേഴ്സിറ്റിയുടെ ഒരു രജിസ്ട്രേഷൻ ഫീസ് ഉണ്ട്. അപ്പോൾ രജിസ്ട്രേഷനല്ല, കൺഫർമേഷൻ ചെയ്യാനുള്ള ഒരു ഫീസ് ഉണ്ട്. അപ്പോൾ ആ ഒരു ഫീസ് നിങ്ങൾ ഓൺലൈനായിട്ട് അടച്ചുകൊണ്ട് നിങ്ങളുടെ സീറ്റ് കൺഫേം ചെയ്യുക. കൺഫേം ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങളെ അലോട്ട്മെൻറ്റ് പ്രോസസ്സിൽ നിന്ന്, അത് പിന്നീടുള്ള സെക്കൻഡ് അലോട്ട്മെൻറ്റിലേക്ക് നിങ്ങളെ പരിഗണിക്കപ്പെടില്ല. അതുപോലെ തന്നെ
നിങ്ങൾക്ക് ഒരു കണ്ണൂർ യൂണിവേഴ്സിറ്റിയുടെ അലോട്ട്മെൻറ്റ് കിട്ടിക്കഴിഞ്ഞാൽ പ്രത്യേകിച്ച് അവിടെ ഫസ്റ്റ് അലോട്ട്മെൻറ്റ് കിട്ടിക്കഴിഞ്ഞാൽ അഡ്മിഷൻ ഒന്നും എടുക്കാൻ പോവേണ്ടതില്ല. അതിനുശേഷം നിങ്ങൾക്ക് ഈ ഒരു 24-ാം തീയതി വരെയാണ്, അത് ജൂൺ 19-ാം തീയതി ഫസ്റ്റ് അലോട്ട്മെൻറ്റ് വരും. അതിനുശേഷം ജൂൺ 24-ാം തീയതി വരെയാണ് നിങ്ങൾക്കൊരു ഫീ പേയ്മെൻറ്റ് ചെയ്യാനുള്ള സൗകര്യമുള്ളത്. അതുപോലെ തന്നെ സെക്കൻഡ് അലോട്ട്മെൻറ്റ് പ്രസിദ്ധീകരിക്കുന്നത് ഒരു ജൂൺ 25-നാണ്. പിന്നീട് 26 മുതൽ 26-ാം തീയതി വരെയാണ് വിദ്യാർത്ഥികൾക്ക് ഫീ പേയ്മെൻറ്റ് ചെയ്യാനുള്ള ഒരു അവസരം. സെക്കൻഡ് അലോട്ട്മെൻറ്റ് ആദ്യമായിട്ടാണ് കിട്ടുന്നതെങ്കിൽ ഫീ പേയ്മെൻറ്റ് ചെയ്യാനുള്ള സൗകര്യം ഉണ്ടാവുക. നിങ്ങൾക്ക് നിങ്ങളുടെ പ്രൊഫൈലിൽ നിങ്ങളുടെ അലോട്ട്മെൻറ്റ് പരിശോധിക്കാനുള്ള ഓപ്ഷൻ ഉണ്ടാവും. അതിന് താഴെ തന്നെയായിട്ട് നിങ്ങൾക്ക് ടോക്കൺ ഫീ അടക്കാനുള്ള ഒരു ലിങ്ക് ഉണ്ടാവും. അതുവഴി ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് ഓൺലൈനായിട്ട് ഡെബിറ്റ് കാർഡോ ക്രെഡിറ്റ് കാർഡോ നെറ്റ് ബാങ്കിങ്ങോ ഒക്കെ ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾക്ക് ഫീ പേയ്മെൻറ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ഈ രീതിയിൽ സെക്കൻഡ് അലോട്ട്മെൻറ്റിന് ശേഷം, അത് ഫസ്റ്റ് അലോട്ട്മെൻറ്റ് കിട്ടിയാൽ ആ ഒരു സീറ്റ് കൺഫേം ചെയ്യാനായിട്ട് ഫീ പേയ്മെൻറ്റ് ചെയ്യണം. പിന്നീട് സെക്കൻഡ് അലോട്ട്മെൻറ്റ് വരും. സെക്കൻഡ് അലോട്ട്മെൻറ്റ് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് സെക്കൻഡ് അലോട്ട്മെൻറ്റ് ആദ്യമായിട്ടാണ് കിട്ടിയതെങ്കിൽ നിങ്ങൾ ഫീ പേയ്മെൻറ്റ് ചെയ്തുകൊണ്ട് ആ ഒരു സീറ്റ് കൺഫേം ചെയ്യണം. അതുപോലെ തന്നെ ഓൾറെഡി ഫസ്റ്റ് അലോട്ട്മെൻറ്റിൽ കിട്ടി ഫീ പേയ്മെൻറ്റ് ചെയ്ത ഒരു വിദ്യാർത്ഥിയാണെങ്കിൽ വീണ്ടും ഫീ പേയ്മെൻറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. കാരണം ഈ ഫീ പേയ്മെൻറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ, അത് ഒരു തവണയെങ്കിലും ഫീ പേയ്മെൻറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങളുടെ സീറ്റ് കൺഫേം ചെയ്യാൻ സാധിക്കാതെ അത് നഷ്ടപ്പെടുന്നതായിരിക്കും. അതുപോലെ തന്നെ പിന്നീട് സെക്കൻഡ് അലോട്ട്മെൻറ്റിൽ നിങ്ങളെ പരിഗണിക്കപ്പെടുകയും ചെയ്യപ്പെടില്ല. അതുകൊണ്ട് തന്നെ ആ ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കാം. അതുപോലെ തന്നെ പിന്നീട് ഈ ഒരു കണ്ണൂർ യൂണിവേഴ്സിറ്റിയുടെ ആ ഒരു ഡിഗ്രി കോഴ്സുകളിലേക്കുള്ള അഡ്മിഷൻ നടത്തുന്നത് ഘട്ടം ഘട്ടമായിട്ടാണ്. ആദ്യം BCA അതുപോലെ തന്നെ BSc കോഴ്സുകളിൽ അലോട്ട്മെൻറ്റ് ലഭിച്ച വിദ്യാർത്ഥികൾക്ക് ജൂൺ 27 മുതൽ ജൂൺ 28-ാം തീയതി വരെയാണ് അവർക്കുള്ള ആ ഒരു അഡ്മിഷൻ ഉണ്ടാവുക. BCom ആണെങ്കിൽ ജൂൺ 30 മുതൽ ജൂലൈ 1-ാം തീയതി വരെ. അതുപോലെ BA ലാംഗ്വേജ്, BA നോൺ ലാംഗ്വേജ് BSW കോഴ്സുകളാണെങ്കിൽ ജൂലൈ 2 മുതൽ ജൂലൈ 4-ാം തീയതി വരെയാണ് ഇതിൻ്റെ അഡ്മിഷൻ ഉണ്ടായിരിക്കുക. അപ്പോൾ ഈ രീതിയിൽ കൃത്യമായിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ ഈ ഒരു അലോട്ട്മെൻറ്റ് പ്രോസസ് മനസ്സിലാക്കേണ്ടതാണ്. അപ്പോൾ ട്രയൽ അലോട്ട്മെൻറ്റ് കിട്ടിയെന്ന് വിചാരിച്ച് അഡ്മിഷനൊന്നും കിട്ടത്തില്ല. ഫസ്റ്റ് അലോട്ട്മെൻറ്റ് മുതലാണ് നിങ്ങൾ ഈ ഒരു ടോക്കൺ ഫീ പേയ്മെൻറ്റ് ചെയ്യുകയും അതിനുശേഷം പിന്നീട് സെക്കൻഡ് അലോട്ട്മെൻറ്റിലും ടോക്കൺ ഫീ പേയ്മെൻറ്റ് ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ അങ്ങനെ ആദ്യമായിട്ട് സെക്കൻഡ് അലോട്ട്മെൻറ്റ് കിട്ടുന്ന സാഹചര്യത്തിൽ നിങ്ങൾ വീണ്ടും ഫീ പേയ്മെൻറ്റ് ചെയ്ത് അല്ല, ഒരു തവണ ഫസ്റ്റിലോ അല്ലെങ്കിൽ സെക്കൻഡിലോ നിങ്ങൾക്ക് എപ്പോഴാണ് അലോട്ട്മെൻറ്റ് കിട്ടിയത് ആ ഒരു പ്രാവശ്യം മാത്രമേ ഫീ പേയ്മെൻറ്റ് ചെയ്യേണ്ടതായിട്ടുള്ളൂ. ഇങ്ങനെ ഫീ പേയ്മെൻറ്റ് ചെയ്ത് സെക്കൻഡ് അലോട്ട്മെൻറ്റിന് ശേഷം മാത്രമാണ് നിങ്ങൾക്ക് അഡ്മിഷൻ ഉണ്ടായിരിക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.